ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഇറച്ചിക്കറിയുടെ ഒക്കെ രുചി വരുന്ന നല്ലൊരു പൊട്ടാറ്റോ മസാല കറി, ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നല്ല ഇറച്ചി കറിയുടെ രുചി വരുന്ന കറി ഒന്ന് തയ്യാറാക്കിയാലോ. ഇത് തയ്യാറാക്കാനായി ഞാനൊരു കുക്കറിലോട്ടേക്ക് ഒരു 5 ഉരുളക്കിഴങ്ങ് ഇതുപോലെ വളരെ ചെറുതൊന്നുമല്ല കേട്ടോ, ഈ ഒരു രൂപത്തിൽ മൊത്തത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ഏകദേശം 6-7 ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. ഞാൻ ഇതിലോട്ടേക്ക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്ത സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് മുറിച്ചത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി തീരെ ഇടാതിരിക്കരുത് കേട്ടോ, അപ്പോൾ നമ്മളെ കറിക്ക് അതിൻ്റെ ആ ഒരു രുചി കിട്ടില്ല. പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി വേവിക്കുന്ന സമയത്തും അതുപോലെ താളിക്കുന്ന സമയത്തും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. മുളക് പൊടിയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചേർക്കുക. നിങ്ങളെ വീട്ടിലുള്ള ആളുകൾക്ക് എരിവ് തീരെ ഇഷ്ടമല്ലെങ്കിൽ മുളക് പൊടി വളരെ കുറച്ച് മാത്രം ചേർക്കുക കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഈ ഉരുളക്കിഴങ്ങ് മുങ്ങുന്നത് വരെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും ഈ ടൈമിൽ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനത് താളിക്കുന്ന സമയത്ത് ചേർക്കുന്നത് കൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഉരുളക്കിഴങ്ങിൽ ഇതുപോലെ നന്നായി വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾക്കിത് ഒരു 2-3 വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ചില കുക്കറിൽ 2 വിസിൽ മാത്രം മതിയാവും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കുക്കറിൽ എനിക്ക് 3 വിസിൽ വരെ ആവശ്യമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 3 വിസിൽ അടുപ്പിക്കാൻ പോവാണേ. അപ്പോൾ ഇതാ 3ാമത്തെ വിസിലും കൂടി കുക്കർ കൂവി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഉരുളക്കിഴങ്ങ് എങ്ങനെ വെന്തിനെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു ഇറച്ചിക്കറിയുടെ ഒക്കെ മണമാണ് വരുന്നത്. പക്ഷെ നമ്മൾ കറി തയ്യാറായി കഴിഞ്ഞിട്ടില്ലേ, ഇനിയും ഒരു സ്റ്റെപ്പും കൂടി നമുക്കിതിലോട്ടേക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സ്പൂണിലോട്ടേക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ജസ്റ്റ് ഫോർക്ക് വെക്കുമ്പോൾ തന്നെ ഫോർക്ക് അതിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത്രക്കും നന്നായി ഇത് വെന്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കടായിലോട്ടേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴാണല്ലേ വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായി ഒന്ന് ചൂടായി വരണം. എൻ്റെ എണ്ണ ഇവിടെ നന്നായി ചൂടായതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ കടുക് മൊത്തമായി ഒന്ന് പൊട്ടിത്തീരട്ടെ. ഇനി ഇതിലോട്ടേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു 2 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർക്കാനുണ്ട്. ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. ഈ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കറിക്ക് നല്ല ഒരു കളറ് കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കറിൽ നിങ്ങൾ ഗരം മസാല ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഈ മസാലകളൊക്കെ ഒരു സ്പൂണ് കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നമുക്കിതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ ഫുള്ളായി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഒക്കെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കടായിൻ്റെ അടിഭാഗത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാലക്കൂട്ടൊക്കെ ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് തന്നെ ഇതിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കടായിയുടെ അടിഭാഗത്ത് ഇരുന്ന് അതൊക്കെ കരിഞ്ഞ് പോകും കേട്ടോ.
ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കറി നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ കറി വറ്റുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഇതിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതാകുന്ന സമയത്ത് നമ്മളെ കറിക്ക് ഒരു നല്ല ഒരു പൊട്ടാറ്റോൻ്റെയും അതുപോലെ തന്നെ ഒരു കട്ടിയൊക്കെ കിട്ടും കേട്ടോ. ഇതുപോലെ വലിയ കഷ്ണങ്ങളുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചതിന് ശേഷം ഇതൊന്ന് വറ്റാൻ വിടണേ. ഒരു 2 മിനിറ്റ് ഒന്ന് അടുപ്പത്തിരുന്ന് വറ്റട്ടെ. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇറച്ചി കറിയുടെ ഒക്കെ രുചിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതെല്ലാ പത്തലിൻ്റെ ഒപ്പരം ചപ്പാത്തി അങ്ങനെയുള്ള എല്ലാ സാധനത്തിൻ്റെ ഒപ്പരവും നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറിൻ്റെ ഒപ്പരമാണ് കഴിക്കാൻ പോകുന്നത്. ഇതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കറി ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കണേ. ഇനി ഇതുപോലെ ഒന്ന് കറിയും ചോറൊക്കെ നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഈ ഒരു കറി തയ്യാറാക്കി വെക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി വെക്കുക. തയ്യാറാക്കി നിങ്ങൾക്ക് കറിയൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ, വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.